കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം.ടി. രമേശിനെയാണ് ബി.ജെ.പി. നിയോഗിച്ചിരിക്കുന്നത് മത്സരാർത്ഥിയായിട്ട്. എം.ടി. രമേശ് കേരളത്തിലെ ബി.ജെ.പിയിലുള്ളതിൽ വെച്ച് വളരെ മികച്ച നേതാക്കളിൽ ഒരാളാണ്. പൊതുവെ പൊതു സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവാണ്. വളരെ സ്മാർട്ടാണ്, ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ആളാണ്, ജനകീയമായിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ എം.ടി. രമേശിനെ കോഴിക്കോട് പോലെ ഒരു മണ്ഡലത്തിലേക്ക് ബി.ജെ.പി. കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ 2019 ഏതാണ്ട് 4,93,000 വോട്ടുകൾ നേടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ എം.കെ. രാഘവനാണ് അവിടെ വിജയിച്ചത്. രണ്ടാം സ്ഥാനത്ത് CPM ആയിരുന്നു. പ്രദീപ് കുമാർ എന്ന് പറയുന്ന ആളാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് 4 ലക്ഷത്തോളം വോട്ട് അദ്ദേഹത്തിനും കിട്ടിയിരുന്നു. മൂന്നാം സ്ഥാനത്ത് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് ബി.ജെ.പിയിൽ നിന്ന് മത്സരിച്ച് അവിടെ ഫിനിഷ് ചെയ്യുന്നത്. 1,61,216 വോട്ടുകൾ, അതായത് 15.53% വോട്ട് നേടാൻ ഈ കോഴിക്കോട് മത്സരിച്ച പ്രകാശ് ബാബുവിന് സാധിച്ചു, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് സാധിച്ചു. അപ്പോൾ 1,61,000 വോട്ടുകളുള്ള ഒരു മണ്ഡലം എം.ടി. രമേശിനെ പോലെ ഒരു കോഴിക്കോടുകാരനായിട്ടുള്ള മത്സരാർത്ഥിയെ തന്നെ കൊണ്ടുവരുന്നതിലൂടെ കോഴിക്കോട് പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഈ ബി.ജെ.പിയുടെ ലക്ഷ്യമെന്ന് നമുക്ക് കാണാം. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം.ടി. രമേശ് കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചതാണ്. പക്ഷെ അന്ന് അദ്ദേഹം പരാജയപ്പെട്ടു. നമുക്കറിയാം ബി.ജെ.പിക്ക് വലിയ അടിത്തറയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞെട്ടിക്കുന്ന ഒരു കാര്യം സംഭവിച്ചത് 13% വോട്ട് അന്ന് പരാജയപ്പെട്ടിട്ടും എം.ടി. രമേശിന് ഈ ഒരു കോഴിക്കോട് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു എന്നതാണ്. അന്ന് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നമ്പർ തന്നെയായിരുന്നു. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വോട്ടാണ് അന്ന് ബി.ജെ.പിക്ക് ലഭിച്ചത്. 2014 അത് വീണ്ടും ഉയർത്തിയിട്ട് CK പത്മനാഭൻ മത്സരിച്ചപ്പോൾ 1,15,000 ആവുകയും 2019 അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അത് 1,61,000 ഉയർത്തുകയും ചെയ്തു. നമ്മൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബി.ജെ.പിയിലെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് എം.ടി. രമേശും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പിന്തുണ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. അതായത് നന്നായി സംസാരിക്കുന്നവരാണ്, വാക്ചാതുര്യമുണ്ട്, അതുപോലെ തന്നെ സ്മാർട്ടാണ്, ഓടി നടന്ന് വോട്ട് പിടിക്കാനൊക്കെ പറ്റുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള ലീഡേഴ്സാണ്. ഇപ്പോൾ എം.ടി. രമേശ് പൊതുസ്വീകാരനായിട്ടുള്ള ഒരാളുമാണ്. അങ്ങനെ വലിയ രാഷ്ട്രീയ എതിർപ്പുകളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനോ ഒന്നും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല എം.ടി. രമേശ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോടുകാരൻ കൂടിയാണെന്നുള്ള ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് നേടുക, വിജയിക്കാൻ തന്നെയാകും ബി.ജെ.പി. ഒരാളെ നിയോഗിക്കുന്നത്. അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെയാണ്. പക്ഷെ കേരളത്തിൻ്റെ സാഹചര്യം നമുക്കറിയാം. വിജയിക്കാനും പരാജയപ്പെടാനും ബി.ജെ.പിക്ക് വലിയ സാധ്യതകളാണ്. കാരണം ഇന്നേ വരെ ബി.ജെ.പിക്ക് ഇവിടെ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല ലോക്സഭയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് എം.ടി. രമേശ് വിജയ സാധ്യത തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്. കാരണം ശക്തമായ ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയുമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എം.ടി. രമേശിന്റെ വിജയ സാധ്യത അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മാക്സിമം വോട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അഥവാ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പോലും ഇപ്പോൾ തൃശ്ശൂർ മോഡലിൽ എങ്ങനെയാണോ സുരേഷ് ഗോപി മണ്ഡലത്തിൽ തുടർന്ന് നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്, അതേ മാതൃകയിൽ സ്റ്റെപ്പായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്ലാൻ ബിയും കൂടി ഒരു പക്ഷേ മോദി ഗവൺമെന്റിന് അല്ലെങ്കിൽ മോദിക്ക് ഇതിന്റെ പിന്നിൽ ഉണ്ടാകാം. ബി.ജെ.പിയുടെ പ്ലാൻ എ എന്ന് പറയുന്നത് എം.ടി. രമേശിനെ നിർത്തി ഇത്തവണ ആ ഒരു സീറ്റ് പിടിച്ചെടുക്കുക എന്നതാണ്. അവരുടെ പ്ലാൻ ബി ഇത്തവണ നിർത്തിയിട്ട് കിട്ടിയില്ലെങ്കിലും അവിടെ തന്നെ തുടർന്ന് പ്രവർത്തിച്ച് അടുത്ത തവണ അത് പിടിച്ചെടുക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എം.ടി. രമേശിൻ്റെ ആ ഒരു മത്സരം എങ്ങനെയായിരിക്കുമെന്ന്. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.